ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പാചക വീഡിയോ. നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? പാചക വീഡിയോ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ മരിച്ചിനി മീനും വെക്കാൻ വിചാരിച്ചു. മരിച്ചിനി മീൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചിനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പെട്ടെന്ന് ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ടൊന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? ഇച്ചിരി പാടാണ് കേട്ടോ, ഇച്ചിരി പാടാണ് കട്ട് ചെയ്ത്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? എനിക്കും സുഖമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. നിങ്ങളാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ പിന്നീട് സൗണ്ട് ഒച്ചപ്പാടൊക്കെ കേൾക്കും കേട്ടോ. വണ്ടിയുടെ റോഡ് സൈഡായതുകൊണ്ട് വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കും. ഡോറൊക്കെ തുറന്നിട്ടേക്കാണ്. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും മരിച്ചീനി കപ്പ വൃത്തിയാക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പാചക വീഡിയോ കാണുന്നവർ കാണട്ടെ, പാചക വീഡിയോ കാണട്ടെ. വാചകമടി കേൾക്കാൻ ഇഷ്ടമുള്ളവർ വാചകമടി കേൾക്കട്ടെ. ഞാനും എൻ്റെ രീതികളുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ കൂടുതലോട്ട് 1 കിലോ 1.5 കിലോ ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ അതിനെ മുറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. മുറിച്ചവിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? കാണിച്ചു തരാം. മുറിച്ചവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാൻ കാണിച്ചു തരാം അതെന്താ സംഭവം. മൊത്തം മീൻ കിട്ടിയപ്പം മരിച്ചിനി മുറിച്ചവിച്ച് മൊത്തം മീനും വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. വേര് കേട്ടോ, പകുതിയും വേര് മരിച്ചിനി. വേര് മണിപ്പം എത്ര? 12:45. എന്തായാലും വീഡിയോ കട്ട് ചെയ്യാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഹാളിൽ വെച്ച് തന്നെയാണ്. നമ്മുടെ അടുക്കളയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇത്രയും ഇതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത്ര ഇതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഹാളിൽ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതിനങ്ങോട്ട് വെളിയിലോട്ട് മാറ്റി വയ്ക്കാം. വീഡിയോ കിട്ടണം. എൻ്റെ പാട് ദൈവമേ, വീഡിയോ കിട്ടണില്ല. ദൈവത്തിന് എന്നാ അറിയാം. എന്തു പറയും. എന്തായാലും നമ്മൾ മരിച്ചിനി എങ്ങനെ കൊത്തനെന്ന് നമ്മൾ കാണുക. ഞാനും എൻ്റെ രീതികളാണ്. പെട്ടെന്ന് വേവുമെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് പെട്ടെന്ന് വേവുമെന്ന് തോന്നുന്നു, അറിയില്ല. നോക്കാം എത്ര മിനിറ്റ് ആവണം എന്തോ. നമ്മൾ വീഡിയോ കട്ട് ചെയ്യാണ്ട് എടുക്കണുണ്ടേ. എത്ര മിനിറ്റ് ആവുമെന്നൊന്നും അറിഞ്ഞൂടാ. വീഡിയോ കിട്ടണമെന്ന് ഗുരുവായൂരപ്പനെ എന്നാ അറിയാം. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ മരിച്ചിനി മുറിക്കുന്നത്? നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ? ആരും വീഡിയോ സ്കിപ്പ് ചെയ്തു കേട്ടോ. എന്നൊന്നും നമ്മൾ തിരുമോന്ത കണ്ടു നിങ്ങൾക്ക് മടുപ്പായി. അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ ആവട്ടെ എന്ന് കരുതി. നമ്മുടെ ഉച്ച ഭക്ഷണം ഇന്ന് ഇത് തന്നെയാണ് കേട്ടോ. ഉച്ചഭക്ഷണം ഇന്നത് തന്നെയാണ്. കപ്പയും മൊത്തം മീനും. എന്താ? ഇല്ല, അതൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാം. ഉച്ചയ്ക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് മീനും മരിച്ചിനി മുറിച്ചാണോ വയ്ക്കണം? മുറിച്ചാൽ മതിയല്ല. അപ്പം ഞാൻ ഇത് കഴുകി അടുപ്പിലോട്ട് വെക്കട്ടെ. ഞാൻ മരിച്ചിനെയൊക്കെ കഴുകി അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് കുക്കറിൽ വെച്ചേക്കണം കേട്ടോ. കുറച്ച് അരിയിട്ട് കുക്കറിൽ വെച്ചേക്കണം. അത് ഏതാണ്ട് വിസിൽ കേൾക്കാനായി. അപ്പം മരിച്ചിന് കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി മീൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. മീൻ എടുത്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നൊത്തോലി മീനാണേ. നൊത്തോലി മീൻ കണ്ടോ.
മരിച്ചിന് അടുപ്പിലായിട്ടുണ്ട്. ഇതിന് വൃത്തിയാക്കാൻ കുറേ സമയം എടുക്കും കേട്ടോ. ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറേ സമയം എടുക്കും. മരിച്ചിനെ നോക്കാം കേട്ടോ. ഞാൻ മരിച്ചിനെ അടുപ്പ് വെച്ചിട്ട് മീൻ നുള്ളി വെച്ചേക്കണം കേട്ടോ. മീൻ കഴുകിയില്ല, അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് വെച്ചാണ് കഴുകി എടുക്കണം. അപ്പം മരിച്ചിനിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മരിച്ചിന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് വെള്ളത്തിലാറ്റ വീണ് പോകണം. അതെൻ്റെ ഗുരുവായൂരാണ് എൻ്റെ ഫോണ്. വെന്ത് കേട്ടോ. മരിച്ചിനി വെന്തിട്ടുണ്ട്. തീരെ ചപ്പിയാലുണ്ടല്ലോ, തീരെ ചപ്പിയ കൊള്ളത്തില്ല. നമുക്കൊന്ന് നോക്കാം, ഒരെണ്ണം വെന്തോന്ന് നോക്കാം. ഇത്തിരി കൂടി വേവണം കേട്ടോ, ഇത്തിരി കൂടി വേവണം. അപ്പം തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മീനൊക്കെ കഴുകി എടുത്ത് വരുമ്പോഴത്തേക്ക് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മരിച്ചിനെയൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. മീനൊക്കെ കഴുകിതാ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട്, പൊരിക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കിയിട്ട് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. നത്തോലി കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നത്തോലി കറി തിളച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ മരിച്ചിനിക്ക് വേണ്ടിയിട്ട് പുളിയും മുളകും അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയും മുളകും അരയ്ക്കാൻ വേണ്ടിയിട്ട് മരിച്ചിനിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പച്ചമുളകും കൊച്ചുള്ളിയും പുളിയും ഉപ്പും കൂടെ അരച്ചെടുക്കട്ടെ. പുളിയും മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് അരച്ച് നോക്കണം. ചിലർ ചുമന്ന മുളകിലരയ്ക്കും, പച്ചമുളകിൽ നിങ്ങളൊന്ന് അരച്ച് നോക്കണേ. കൊച്ചുള്ളിക്ക് പകരം സവാള ആയാലും നന്നായിരിക്കും കേട്ടോ. കൊച്ചുള്ളിക്ക് പകരം സവാള ആയാലും നന്നായിരിക്കും. അപ്പം നമ്മുടെ പുളിയും മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് എല്ലാം റെഡിയായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ മരിച്ചിനി മീനും എല്ലാം റെഡിയായിട്ട് കാണാം. നമ്മുടെ മരിച്ചിനി മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മരിച്ചിനി മീൻ കറി, നമ്മുടെ പുളിയും മുളകും നത്തോലി വറുത്തത് കണ്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ മരിച്ചിനി മീൻ കറി. കഴിക്കുന്നത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, നോക്കട്ടെ. അപ്പം നമ്മുടെ പാചകമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കഴിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എല്ലാവരും നമ്മളെ കാണുക, കേൾക്കുക. ഇനി ഫേസ് കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഫേസും കൂടെ ഒന്ന് കാണിച്ചിട്ട് വന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും വീഡിയോ കാണുക. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ശുഭരാത്രി, സുഖനിദ്ര.